2022 ഇറങ്ങിയ ഡി ജെ ടില്ലു എന്ന് പറഞ്ഞ സിനിമയുടെ സീക്വലാണ് ടില്ലു സ്ക്വയർ. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിദ്ധു ആണ്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫിലിമാട്ടോ. തുടക്കം തൊട്ട് അവസാനം വരെ അല്ലെ കോമഡി സീൻസ് ആയിക്കോട്ടെ, സെൻറ്റി സീൻസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ മരിക്കാൻ കിടക്കുന്ന സീനായിക്കോട്ടെ, ആ സീനി വരെ കോമഡി ഉള്ളൊരു സിനിമയാണിത്. അത് ഇറങ്ങിയ സമയത്ത് തന്നെ ഡി ജെ ടില്ലു ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സെക്കൻഡ് പാർട്ടാണിത്. ഇനി തേർഡ് പാർട്ട് വരുന്നുണ്ട്, ടില്ലു ക്യൂബ് എന്ന് പറഞ്ഞിട്ട്. ഇത് എന്താ പറയുക, സിദ്ധുവിൻ്റെ ഒരു 1 മാൻ ഷോ തന്നെയാണ്. കാരണം ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം, പുള്ളി എന്താ പറയുക, ടില്ലു അത്യാവശ്യം പെൺവിഷയത്തിലൊക്കെ കുറച്ച് തൽപരകക്ഷിയുള്ള ആളാണ്. അതുവഴി ഉണ്ടാകുന്ന കുറേ വള്ളിക്കെട്ട് കേസായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാകുന്നത്, ഒരു കൊലപാതകവും സംഭവമൊക്കെ. അതിൻ്റെ കൊലപാതകത്തിന് ബാക്കി വരുന്ന സംഭവങ്ങളാണ് ഈ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഇതിൽ അനുപമ പരമേശ്വറാണ് നായികയായിട്ടുള്ളത്. ഇതിനു മുമ്പ് ചെയ്യാത്തൊരു പ്രത്യേക റോളാണ് പുള്ളിക്കാരി ഇതിൽ. അത്യാവശ്യം സെക്സി ആയിട്ടുള്ളൊരു റോളാണ് ഇതിനകത്തുള്ളത്. കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. തുടക്കത്തിലും അവസാനത്തിലൊക്കെ തന്നെ കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ടില്ലും അവൻ്റെ ഫാമിലി ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അവൻ്റെ അച്ഛനായിട്ടുള്ള സീൻസൊക്കെ. ഇവർ തമ്മിൽ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അവർ തമ്മിലുള്ള സീൻസൊക്കെ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. എന്താ പറയുക, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് എന്താ പറയുക, മൂഡ് മാറ്റുന്ന രീതിയിലുള്ള കോമഡീസാണ് മൊത്തം തന്നെ. എന്താ പറയുക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചാവം കിടക്കുന്ന സീനാണെങ്കിൽ അതിൽ പോലും കോമഡി പറഞ്ഞ് ഇരിക്കാന്ന് പറയുന്ന ടൈപ്പ് കഥാപാത്രമാണ് ടില്ലുവിൻ്റെ. അതുകൊണ്ട് ഇത് മസ്റ്റായിട്ടും കണ്ടിരിക്കുന്നതിൻ്റെ ഒരു സിനിമയാണ്. ഇത് മലയാളത്തിലും അവൈലബിൾ ആണ്. മലയാളത്തിലും ഡബ്ബിങ്ങൊക്കെ അടിപൊളിയായിരുന്നു. അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം മസ്റ്റ് വാച്ച് ആണ്. ഫസ്റ്റ് പാർട്ടും കാണാം, സെക്കൻഡ് പാർട്ടും കാണാം. താങ്ക് യു.